തിരുവനന്തപുരം മംഗലപുരത്ത് കുത്തേറ്റയാൾ മരിച്ചു. തോന്നയ്ക്കൽ പാട്ടത്തിൻകര സ്വദേശി താഹയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അയൽവാസിയായ റാഷിദാണ് ആക്രമിച്ചത്. ഇയാൾ പിടിയിലായി. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്താണ് ഈ കൊലയിലേക്ക് എത്തിച്ച സംഭവം? എന്തായിരുന്നു? അപർണ, ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് മംഗലപുരം തോന്നയ്ക്കൽ പാട്ടത്തിൻകര സ്വദേശിയായ താഹ എന്ന 67-കാരനാണ് സമീപവാസിയുടെ കുത്തേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് താഹയെ കൊലപ്പെടുത്തിയ എന്ന് പറയുന്ന റാഹിനെ മംഗലപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് 31 വയസ്സാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ആക്രമണം നടത്തുകയായിരുന്നു. ഈ സമയം താഹയുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയെ തടഞ്ഞപ്പോൾ ഭാര്യയ്ക്കും ഈ ആക്രമണം തടയാൻ ശ്രമിച്ച താഹയുടെ ഭാര്യയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിരുന്നു. എന്തായാലും തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ താഹയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി മരണത്തിലേക്ക് കിടങ്ങുകയായിരുന്നു. താഹയുടെ മകളുടെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനു മുമ്പും സമാനമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാരും പരിസരവാസികളും ഒക്കെ പറയുന്നു. കാരണം ഇയാൾ നിത്യേന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു യുവാവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ മംഗലപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം താഹയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപർണ. മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്ന വാർത്ത കൂടി. രാമഗിരി വേഴപ്ര സ്വദേശി മതിമോൾ എന്ന വിദ്യയാണ് മരിച്ചത്. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം. 2 വ്യക്തികളെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒന്ന്, ഈ മരിച്ച പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ 2-ാം വാർഡിലെ രാമഗിരി പഞ്ചായത്തിലെ 2-ാം വാർഡിലെ കുടുംബാംഗമാണ്. ഈ മരിച്ച പെൺകുട്ടി എനിക്കവരെ വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാം. അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും എനിക്കറിയാം. അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവമുള്ളതായിട്ട് നമുക്കറിയില്ല. മറ്റൊന്ന്, ഭർത്താവ് എന്ന് പറയുന്ന വിനോദ് എന്ന് പറയുന്ന ഭർത്താവ്, അവനും അദ്ദേഹവും ഈ മദ്യപിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടാക്കുന്ന ഒരു രീതിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ പെട്ടെന്നുണ്ടായ ഇവിടെ അന്വേഷിച്ച രീതിയിൽ പെട്ടെന്നുണ്ടായ ഒരു യാത്രയും കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലും കൂടി ഒരു വാക്കുതർക്കം ഉണ്ടായി ഒരു അക്രമം നടത്തുകയാണെന്നുള്ളതാണ് എനിക്കിവിടെ അറിവ് കിട്ടിയത്. ഈ പരിസരത്തെല്ലാം അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ ഒരു കുടുംബ വഴക്കായിട്ട് നടക്കുന്നതായിട്ടൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല.